പൊതുജനങ്ങളുടെ സംരക്ഷകരാകേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നിയമം ലംഘിച്ച് ജനങ്ങളുടെ അതിക്രമം കാണിക്കുമ്പോൾ അത് സമൂഹത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. അത്തരമൊരു സംഭവമാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെ അരങ്ങേറിയതും അതിനെ തുടർന്ന് പോലീസ് സേനയ്ക്ക് തന്നെ തലവേദനയായി മാറിയതും. കഴിഞ്ഞ ദിവസമുണ്ടായ ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ പ്രചരിക്കുകയും പോലീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവറായ നൌഷാദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് പൊതുജന മധ്യത്തിൽ വെച്ച് യുവാവിനെ മർദ്ദിച്ചതിനെ തുടർന്ന് സസ്പെൻഷനിലായത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥാണ് വിശദമായ അന്വേഷണ വിധേയമായി നൌഷാദിനെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത്. ഈ സംഭവം പോലീസിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു. പൊതുജനങ്ങളുമായി ഇടപഴകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും കൂടുതൽ ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കിയിട്ടുണ്ട്. മർദ്ദനത്തിനിരയായത് മലപ്പുറം പൈത്തിനിപ്പറമ്പ് സ്വദേശിയായ ചെപ്പങ്ങക്കാട്ടിൽ ജാഫർ എന്ന യുവാവാണ്. ATM കൗണ്ടറുകളിൽ പണം നിറയ്ക്കാൻ പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് ജാഫർ. സംഭവം നടന്ന ദിവസം സാധാരണ പോലെ ജോലിക്ക് പോകുമ്പോഴാണ് മഞ്ചേരിയിൽ വെച്ച് വാഹന പരിശോധന നേരിടേണ്ടി വന്നത്. കാക്കി യൂണിഫോം ധരിക്കാത്തതിനാണ് പോലീസ് പിഴ ചുമത്താൻ കാരണമായതെന്ന് ജാഫർ പറയുന്നു. ആദ്യം 250 രൂപയാണ് പിഴയെന്ന് പോലീസ് പറഞ്ഞെങ്കിലും പിന്നീട് 500 രൂപയുടെ പെറ്റിയാണ് നൽകിയത്. ഇവിടെയാണ് തർക്കങ്ങളുടെ തുടക്കം. ജാഫറിന്റെ വാക്കുകളിൽ താനൊരു കൂലിപ്പണിക്കാരനാണെന്നും അതിനാൽ പിഴത്തുക കുറയ്ക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെടുകയായിരുന്നു. സാധാരണക്കാരായ ആളുകൾക്ക് പിഴത്തുക താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇളവുകൾ നൽകാറുള്ളത്. എന്നാൽ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനായ നൌഷാദ് പ്രകോപിതനാവുകയും ജാഫറിന്റെ മുഖത്തടിക്കുകയും ചെയ്തതാണ് ആരോപണം. ഈ മർദ്ദനം പൊതുനിരത്തിൽ വെച്ചായിരുന്നതിനാൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അത് കാണാൻ കഴിഞ്ഞു. ചിലർ ഇത് മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്തത്. മർദ്ദനത്തിന് ശേഷം ജാഫറിന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുക്കുകയും അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അടികിട്ടിയതിനെ തുടർന്ന് തലയുടെ ഒരു വശത്ത് നല്ല വേദന ഉണ്ടായിരുന്നതായും കോളറിൽ പിടിച്ച് 3-4 തവണ തുടർച്ചയായി അടിച്ചതായും ജാഫർ പിന്നീട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. താൻ ആരെയും ഉപദ്രവിക്കുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും തന്റെ ഭാഗത്തു നിന്ന് യാതൊരു തെറ്റും ഉണ്ടായിട്ടില്ലെന്നും ജാഫർ ആവർത്തിച്ച് പറയുന്നു. വെറുമൊരു സാധാരണക്കാരനായ തന്നോട് പോലീസ് ഇത്തരത്തിൽ പെരുമാറിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു. പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനങ്ങളാണ് പോലീസിന് നേരിടേണ്ടി വന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ജനങ്ങളോട് സൗഹൃദപരമായി പെരുമാറണമെന്നും നിയമം നടപ്പാക്കുമ്പോൾ പോലും മനുഷ്യത്വപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നും നിരന്തരമായി നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടായി മാറുന്നത്. സംഭവം വിവാദമായതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ നൌഷാദിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തുകയായിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പൊതുജനത്തെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. നിയമം നടപ്പാക്കുമ്പോൾ പോലും വളരെ സൂക്ഷ്മതയോടെയും സംയമനത്തോടെയും പെരുമാറാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാറുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആ പരിശീലനത്തിന്റെ അഭാവത്തെയും വ്യക്തിപരമായ മനോഭാവത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സസ്പെൻഷൻ എന്നത് നൌഷാദിനെതിരെയുള്ള പ്രാഥമിക നടപടി മാത്രമാണ്. കൂടുതൽ വിശദമായ അന്വേഷണം നടക്കുമെന്നും അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നിയമലംഘനം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന സന്ദേശം പൊതുജനങ്ങൾക്ക് നൽകേണ്ടത് അനിവാര്യമാണ്. അത് പോലീസ് സേനയുടെ വിശ്വാസ്യത നിലനിർത്താൻ അത്യാവശ്യമാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായതോടെ സംസ്ഥാനത്തെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതൊരു മുന്നറിയിപ്പായി വർത്തിക്കണം. ജനസേവനം എന്ന പോലീസിന്റെ അടിസ്ഥാനപരമായ ധർമ്മം മറക്കാതെ പ്രവർത്തിക്കാൻ എല്ലാ ഉദ്യോഗസ്ഥർക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിയമം നടപ്പിലാക്കുന്നതിനോടൊപ്പം തന്നെ പൊതുജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതും പോലീസിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഈ സംഭവം ആ ദിശയിലുള്ള കൂടുതൽ ചർച്ചകൾക്കും മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും പ്രതീക്ഷിക്കാം.